പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം 13 മുതലുള്ള തിരുവചനം. ഈ സ്ഥലം ഞങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ്. ഇവിടുത്തെ ജനങ്ങൾക്കെതിരെ രൂക്ഷമായ നിലവിളി കർത്താവിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇവിടം നശിപ്പിക്കാൻ കർത്താവ് ഞങ്ങളെ അയച്ചിരിക്കുകയാണ്. ലോത്ത് പറഞ്ഞു, യജമാനനെ, അങ്ങനെ പറയരുതേ. ഞാൻ അങ്ങയുടെ പ്രീതിക്ക് പാത്രമല്ലോ. എൻ്റെ ജീവൻ രക്ഷിക്കുന്നതിൽ അവിടുന്ന് വലിയ കാരുണ്യമാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ മലയിൽ ഓടിക്കയറി രക്ഷപ്പെടാൻ എനിക്ക് വയ്യ. അപകടം എന്നെ പിടികൂടി ഞാൻ മരിച്ചുപോയേക്കുമെന്ന് ഭയപ്പെടുന്നു. ഇതാ ആ കാണുന്ന പട്ടണം ഓടി രക്ഷപ്പെടാവുന്നത്ര അടുത്താണ്, ചെറുതുമാണ്. ഞാൻ അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടുകൊള്ളട്ടെ. അത് ചെറുതാണല്ലോ, അങ്ങനെ എനിക്ക് ജീവൻ രക്ഷിക്കാം. അവൻ പറഞ്ഞു, ശരി, അക്കാര്യം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നീ പറഞ്ഞ പട്ടണത്തെ ഞാൻ നശിപ്പിക്കുകയില്ല. വേഗമാകട്ടെ, അങ്ങോട്ട് ഓടി രക്ഷപ്പെടുക. നീ അവിടെ എത്തും വരെ എനിക്കൊന്നും ചെയ്യാനാവില്ല. ആ പട്ടണം സോവാർ എന്ന് പേരുണ്ടായിരി. നമ്മൾ ഓരോരുത്തരും നമ്മുടെ പാവങ്ങളെ കണ്ടെത്തുവാനും അത് കഴുകിക്കളയാനുമൊക്കെയായി, നമ്മളിൽ നിന്ന് എടുത്തു മാറ്റാനൊക്കെയായി ഓരോ പട്ടണങ്ങളിലും ഇന്ന് ഓരോ ധ്യാന സെൻ്ററുകളുണ്ടല്ലോ. ഓരോ ധ്യാന സെൻ്ററുകളിലേക്ക് നമ്മളാകുന്ന നമ്മുടെ പാവങ്ങളും ചുമന്ന് നമ്മൾ ഓടി രക്ഷപ്പെട്ട് നമ്മളും ദൈവത്തിൻ്റെ കരത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഓടിപ്പോയി ഒരു ചെറിയ പട്ടണത്തിൽ രക്ഷപ്പെട്ടതുപോലെ നീയും ഓടിപ്പോയി ഏതെങ്കിലും ഒരു പട്ടണത്തിലെ ധ്യാന സെൻ്ററുകളിൽ ചെന്നിരുന്ന് ദൈവത്തെ കണ്ടെത്തി ദൈവത്തോട് മാപ്പ് പറഞ്ഞ് നിന്റെ ആത്മാവിനെയും നിന്റെ കുടുംബത്തെയും നിന്റെ സ്ഥലത്തെയും നിന്റെ രാജ്യത്തെയും നിന്റെ പട്ടണത്തെയൊക്കെ രക്ഷിക്കുക. അബ്രാഹാം പറഞ്ഞു, ഒരു നീതിമാൻ ഉണ്ടെങ്കിൽ ആ രാജ്യം നീ നശിപ്പിക്കുകയോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് ദൈവം പറഞ്ഞത്. അപ്പോൾ നീയാകുന്ന ഒരു നീതിമാൻ ഒരു ദേശത്തോ ഒരു പട്ടണത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ ആ പ്രദേശം നീ മൂലം രക്ഷപ്പെടും. അപ്പം നമ്മുടെ പാവങ്ങളും നമ്മുടെ ഭാരങ്ങളൊക്കെ ചുമന്നുകൊണ്ട് ലോത്തോടിയതുപോലെ ഏതെങ്കിലും ഒരു ചെറു പട്ടണത്തിലെ ഒരു ധ്യാന സെൻ്ററുകളിൽ ചെന്നിരുന്ന് നമ്മൾക്കും നമ്മുടെ ആത്മാവിൽ അഭയം പ്രാപിക്കാം. നമ്മുടെ ആത്മാവിനെ നമുക്ക് രക്ഷപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.